ഹായ് ഓൾ, ജെയ്മീൻ 2026 ഫേസ് 1 22 ജാനുവരിയിലെ സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 15 നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ലെറ്റ് ദിസ് വൺ ഡിനോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആൻഡ് let f of x is equal to minimum of root 2x comma x square. Let s is equal to x belongs to x minus 2 to 2. The function g of x is equal to modulus of x into step x square is continuous at x. Okay, then summation x belongs to s, f of x is equal to what? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കലാണ്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊരു സമ്മേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമ്മേഷനിലെ എലമെൻറ്റ്സ് എടുക്കേണ്ടത് ഈ പറഞ്ഞ എസ് എന്ന് പറഞ്ഞ സെറ്റ് എന്നാണ്. അപ്പോൾ എസ് എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു സ്റ്റെപ്പ് എക്സ് സ്ക്വയർ ഡിസ്കണ്ടിന്യൂസ് ആകുന്ന സ്ഥലങ്ങളാണ്. റെഡിയല്ലേ? ഇൻ ബിറ്റ്വീൻ എന്താണ്? യെസ്, -2 ആൻഡ് +2. റെഡിയല്ലേ? യെസ്, അത്രയാണ് മനസ്സിലാക്കേണ്ടത്. റെഡി? അപ്പോൾ അതിൽ നമ്മൾ എന്താക്കാണ് ഇവൻ എടുക്കുകയാണ്, അഥവാ ജി ഓഫ് എക്സ്. ഓക്കെ അല്ലേ? ജി ഓഫ് എക്സ് is equal to modulus of x into എന്താണ്? സ്റ്റെപ്പ് എക്സ് സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം തന്നെ എസ് എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എസ് എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ചങ്ങാതി ഡിസ്കണ്ടിന്യൂസ് ആകുന്നേ. റെഡിയല്ലേ? ഈ പർട്ടിക്കുലർ ചങ്ങാതി ഡിസ്കണ്ടിന്യൂസ് ആകുന്ന പോയിന്റുകളുടെ സെറ്റാണ് എന്താ ഈ പറഞ്ഞ എസ് എന്ന് പറഞ്ഞ സാധനം. റെഡിയല്ലേ? വേർ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ് ബിലോങ്സ് ടു എന്താണ്? -2നെയും അതേപോലെ തന്നെ എന്താണ് മക്കളെ 2നെയും ഇടയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. റെഡിയല്ലേ? അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റിക്ക് സാധ്യത ആർക്ക് മാത്രമാണ്? ഈ പറഞ്ഞ സ്റ്റെപ്പിന് മാത്രമാണ് ഡിസ്കണ്ടിന്യൂറ്റിക്ക് സാധ്യത. റെഡിയല്ലേ? കാരണം മോഡുലസ് ഓഫ് എക്സ് എല്ലാ സ്ഥലത്തും എന്താണ്? കണ്ടിന്യൂസ് ആണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഈ സ്റ്റെപ്പ് എക്സ് എവിടേക്കാണ് ഡിസ്കണ്ടിന്യൂസ് ആവുക? വെൻ എക്സ് ബിലോങ്സ് ടു ഇസഡ്. റെഡിയല്ലേ? പക്ഷേ ആൻഡ് ഇവിടെ സ്റ്റെപ്പ് ഓഫ് എക്സ് സ്ക്വയർ എവിടേക്കായിരിക്കും? അതേപോലെ തന്നെ എന്താക്കുക? ഡിസ്കണ്ടിന്യൂസ് ആവുക, അഥവാ എക്സ് സ്ക്വയർ ബിലോങ്സ് ടു എന്താണ്? ഇസഡ്. റെഡിയല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ ബിലോങ്സ് ടു ഇസഡ് എന്ന് പറയുമ്പോൾ എക്സ് ബിലോങ്സ് ടു എന്താണ്? പ്ലസ് ഓർ മൈനസ് എന്താണ്? റൂട്ട് ഇസഡ്. റെഡിയല്ലേ? അപ്പോൾ എക്സ് ബിലോങ്സ് ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇസഡ് എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? 0 വരും അല്ലെ? അതേപോലെ √1 വരും അല്ലെ? പ്ലസ് ഓർ മൈനസ് √1 അഥവാ പ്ലസ് ഓർ മൈനസ് 1 എന്ന് വരും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ പ്ലസ് ഓർ മൈനസ് √2 വരും. റെഡി അല്ലേ? അതേപോലെ തന്നെ പ്ലസ് ഓർ മൈനസ് എന്ത് വരണം മക്കളെ? √3 അവിടെ എന്താക്കും? വരും. റെഡി അല്ലേ? അപ്പോൾ അതിൽ -2ൻ്റെയും അതോടൊപ്പം തന്നെ എന്താണ്? യെസ്, 2ൻ്റെയും ഇടയിലുള്ള വാല്യൂസ് മാത്രം നമ്മൾ നോക്കിയിട്ട് എന്താക്കിയാൽ മതി? എടുത്താൽ മതി. റെഡിയല്ലേ? അപ്പോൾ അതേപോലെ തന്നെ അടുത്ത് നമുക്ക് പ്ലസ് ഓർ മൈനസ് √4 ആണ് വേണ്ടത്. പക്ഷേ √4 എന്ന് പറയുമ്പോൾ 2 ആണ്. അത് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ പെടുന്നില്ല. നമുക്ക് വേണ്ടത് -2ൻ്റെയും അതേപോലെ തന്നെ +2ൻ്റെയും ഇടയിലുള്ള വാല്യൂസ് ആണ്. റെഡിയല്ലേ? -2ൻ്റെയും അതേപോലെ തന്നെ +2ൻ്റെയും ഇടയിലുള്ള വാല്യൂസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടേക്കാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് ഓഫ് എക്സ് സ്ക്വയർ എന്താ? ഡിസ്കണ്ടിന്യൂസ് ആവാൻ സാധ്യത. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഡിസ്കണ്ടിന്യൂസ് ആവാൻ സാധ്യത. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിച്ചു വെക്കാത്തവരുണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കേണ്ടതാണ്. അഥവാ സ്റ്റെപ്പ് എക്സ് സ്ക്വയർ ഈസ് വാട്ട്? കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലെ? 0 അവൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. മനസ്സിലായില്ലേ? 0 മക്കളെ അവൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. റെഡിയല്ല? അത് ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ഓൾറെഡി നമ്മുടെ ക്ലാസ് എഴുതുന്ന കുട്ടിക്ക് അത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് എക്സ് സ്ക്വയർ എപ്പോഴും എന്താണ്? 0 കണ്ടിന്യൂസ് ആണ്. 0 കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് തോന്നിക്കും അല്ലെ? കാരണം ജനറലി ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് എക്സ് സ്ക്വയർ ഡിസ്കണ്ടിന്യൂസ് ആവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ എക്സ് സ്ക്വയർ ഇൻഡിജർ ആകുന്ന പോയിന്റ്സ് അല്ലെ? അപ്പോൾ എക്സ് സ്ക്വയർ ഇൻഡിജർ ആകുന്ന പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂസിൽ പെടുന്ന ഒരാൾ തന്നെയാണ് ആര്? 0. നമ്മളങ്ങനെ തോന്നിക്കും. പക്ഷേ 0 ഈ സ്റ്റെപ്പ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ചങ്ങാതി എന്താണ് മക്കളെ? കണ്ടിന്യൂസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. റെഡിയല്ലേ? ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് വേണമെങ്കിൽ ചെക്കും ചെയ്യാം അല്ലേ? കാരണം ഈ പറഞ്ഞ പോലെ തന്നെ LHL കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ LHL കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? യെസ്, 0ന് തൊട്ട് ലെഫ്റ്റത്തെ ഒരു നമ്പർ എന്താക്കുക? യെസ്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ? LHL ഓഫ് വാട്ട് ഈസ് സ്റ്റെപ്പ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ 0ൻ്റെ തൊട്ട് അപ്പോൾ ലിമിറ്റ് നോക്കണേ, എക്സ് ടെൻഡിങ് ടു 0 മൈനസ്. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കുന്നത്. റെഡിയല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എന്താണ്? 0 മൈനസ്. ഓക്കെ അല്ലേ? ഇതിന് തൊട്ട് ലെഫ്റ്റത്തെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് അല്ലെ? 0.1 ദ ഹോൾ സ്ക്വയർ അങ്ങനെ എന്തോ നോക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ മക്കളെ? വാട്ട് ഈസ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -0.1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ആർക്ക് ഈക്വൽ ആണ്? യെസ്, +0.1 എന്താണ് മക്കളെ? ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ
സ്റ്റെപ്പ് ഓഫ് 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്? സ്റ്റെപ്പ് ഓഫ് 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? 0 തന്നെയാണ്. ഓക്കെ, അപ്പൊ LHL അവിടെ എന്താണ്? 0 ആണ്. അപ്പൊ LHL നമുക്ക് അങ്ങനെ എന്ത് കിട്ടും മക്കളെ? 0 എന്ന് കിട്ടും അല്ലെ. സിമിലർലി RHL എടുക്കുക നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് സ്റ്റെപ്പ് ഓഫ് x² അല്ലേ. അതായത് 0ന്റെ തൊട്ടില്ല റൈറ്റത്തെ നമ്പർ നമ്മൾ ഇട്ട് കൊടുക്കണം, അഥവാ 0.1² ഓക്കെ അല്ലേ. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ 0.1² സ്റ്റെപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.01 സ്റ്റെപ്പ് വാല്യൂ 0 തന്നെ കിട്ടും. LHL RHL അതേപോലെ f(0) എന്തൊക്കെ എന്താണ്? ഈക്വൽ ആയിട്ടാണ് അവിടെ എന്താക്കുക മക്കളെ വരിക. റെഡിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് ഓൾറെഡി അതെന്താണ്? കണ്ടിന്യൂസ് ആണ്. പക്ഷെ അത് നമ്മൾ ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലത്. ഓക്കെ അല്ലേ. അപ്പം ഡിസ്കണ്ടിന്യൂസ് ആകുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അല്ലെ എന്താണ്? യെസ് ഓക്കെ അല്ലേ. +1 അതേപോലെ -1 +√2 അതേപോലെ -√2 അല്ലെ. പിന്നെ അതേപോലെ എന്താണ്? +√3 അതേപോലെ എന്താണ് മക്കളെ? -√3 ഓക്കെ അല്ലേ. യെസ്. ഇനി അടുത്ത നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ എക്സ് ബിലോങ്സ് ടു എസ് എഫ് ഓഫ് എക്സ് ആണ്. റെഡിയല്ലേ. അതായത് ഈ പറഞ്ഞ ഓരോ സംഗതികളും റെഡിയല്ലേ. ഈ പറഞ്ഞ ഓരോ സംഗതികളും നമ്മുടെ എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ സം എടുക്കണം. ഓക്കെ അല്ലേ. അതായത് സിഗ്മ എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് അല്ലെ. സിഗ്മ എക്സ് ബിലോങ്സ് ടു എസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് -1 പ്ലസ് എഫ് ഓഫ് √2 പ്ലസ് എഫ് ഓഫ് -√2 പ്ലസ് എഫ് ഓഫ് √3 പ്ലസ് അല്ലെ എന്താണ്? യെസ് എഫ് ഓഫ് -√3 എന്ന് വരും. പക്ഷെ അവിടെ എഫ് ഓഫ് എക്സിനും ചെറിയൊരു കളിയുണ്ട് അല്ലെ. എന്താ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ? മിനിമം ഓഫ് √2x, x² ആണ്. റെഡി അല്ലേ. മിനിമം ഓഫ് ഓക്കെ വാട്ട് ഈസ് ദാറ്റ്? √2x, x² ആണ്. ഇതൊരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ പീസ് വൈസ് ഫംഗ്ഷൻ ആകുമ്പോൾ അതിൻ്റെ പീസ് വൈസ് ഡെഫിനേഷൻ എഴുതിയിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ലത്. റെഡിയല്ലേ. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? 2 ഫംഗ്ഷൻസ് ഉള്ളത് അല്ലെ. ഒന്നാമത് √2x അല്ലെ. മറ്റേതാണ് മക്കളെ? യെസ് x². അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, x² ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക അല്ലെ. മക്കളെ √2x എന്ന് പറഞ്ഞിട്ട് സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലെ. y = √2x എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലെ. പാസസ് ത്രൂ ഒറിജിൻ ആണ്. നമുക്ക് റഫ്ലി കിട്ടിയാൽ മതി അല്ലെ. എക്സാക്ട് സ്ട്രൈറ്റ് ലൈൻ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഏകദേശം ഇങ്ങനെയാണ് എന്താക്കുക? യെസ് y = √2x വരിക. മനസ്സിലായല്ലേ. അപ്പോൾ അതിൽ മിനിമം ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ എങ്ങനെയാണ് വരക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞത് ആദ്യം ഈ മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക അല്ലെ. ആ മീറ്റിംഗ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അഥവാ ശ്രദ്ധിക്കുക, ഒന്നുമില്ല, ഒന്ന് y = x²ൻ്റെയും അതേപോലെ y = √2x മീറ്റിംഗ് പോയിന്റ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. അതെ, യെസ് ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ √2x = എന്നാണ് മക്കളെ? യെസ് x² എന്ന് വരും. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ x = 0 അതേപോലെ x = √2 എന്നും വരും. ഓക്കെ അല്ലേ. അപ്പോൾ x = 0 എന്ന് പറഞ്ഞവൻ ഇവനാണ് അല്ലെ. ഇനി x = √2 എന്ന് പറഞ്ഞവൻ ഇവനാണ്. റെഡിയല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡിലും എന്ത് ചെയ്യാം? യെസ് ഓക്കെ അല്ലേ. രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ ഇത്രയും ഓക്കെ അല്ലേ. ഇനി മിനിമം ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മീറ്റിംഗ് പോയിന്റുകളെ ആധാരമാക്കി അല്ലെ ആരാണ് താഴെ എന്ന് നോക്കുക. ഓക്കെ അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇതിൽ ആരാണ് താഴെ? ഇവനാണ് താഴെ. റെഡിയല്ലേ. ഈ സ്ഥലത്ത് ആരാണ് അല്ലെ? ഈ സ്ഥലത്ത് ഇവനാണ് താഴെ അല്ലെ. ഈ സ്ഥലത്ത് ഇവനാണ് താഴെ അല്ലെ. ഇവിടെ ആണെങ്കിൽ ഇവനാണ് താഴെ. മനസ്സിലായില്ലേ. അതായത് മഞ്ഞ ഗ്രാഫും അതേപോലെ തന്നെ വെള്ള ഗ്രാഫും നിങ്ങൾ നോക്കുക അല്ലെ. അപ്പോൾ ഓരോ സ്ഥലത്തും ആരാണ് താഴെ എന്നുള്ളതാണ് അവിടെ പ്രസക്തി. മനസ്സിലായില്ലേ. ഓരോ സ്ഥലത്തും ആരാണ് താഴെ എന്നുള്ളതിനാണ് അവിടെ എന്ത് മക്കളെ? പ്രസക്തി. റെഡിയല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ ആരാണ് താഴെ? യെസ്, ഇവിടെ ആരാണ് താഴെ ഗൈസ്? നോക്കൂ, ഇവനാണ് താഴെ അല്ലെ. ഇവനാണ് താഴെ അല്ലെ. ഇവിടെ ആണെങ്കിൽ ആരാണ് താഴെ? ഇവനെയാണ് താഴെ. കണ്ടോ? റെഡിയല്ലേ. ഇവരാണെങ്കിൽ ആരാണ് താഴെ? ഇവനാണ് എന്ത് താഴെ എന്ന് പറയുന്നത്. റെഡിയല്ലേ. സോ നമ്മൾ ഈ പറഞ്ഞ മിനിമം ഓഫ് ഓക്കെ അല്ലേ. വാട്ട് ഈസ് ദാറ്റ്? മിനിമം ഓഫ് ഓക്കെ മിനിമം ഓഫ് √2x, x² എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ്റെ നമ്മൾ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? അതായത് വെൻ x > 0 ഓക്കെ അല്ലേ. ഏത് ഗ്രാഫാണ് വരുന്നത്? യെസ് √2x ആണ് വരുന്നത്. മനസ്സിലായില്ലേ. √2x ഗ്രാഫ് അല്ലേ ഇത് വരുന്നത്. റെഡിയല്ല. യെസ് √2x ആണ് വരുന്നത്. ഇനി വെൻ x is in between 0 and √2 അല്ലെ. വെൻ x is in between 0 and √2 അതിലേതാ വരുന്നത്? യെസ് x² ഗ്രാഫാണ് വരുന്നത്. മനസ്സിലായില്ലേ. വെൻ x is greater than or =√2 അവിടെയാണെങ്കിൽ √2x സംഗതിയാണ് എന്താക്കുന്നത് മക്കളെ വരുന്നത്. മനസ്സിലായോ? സെറ്റല്ലേ. സോ നമുക്കിവിടെ സിഗ്മ x belongs to f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്? നമുക്കത് കോപ്പി ചെയ്യാം.
ഓക്കെ, ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ഇനി ഓരോന്നും നമുക്ക് എന്താക്കാം, ഇതേപോലെ എഴുതാം. പിന്നീട് റെഡി അല്ലേ? സോ നമുക്കിവിടെ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ എഫ് ഓഫ് 1 കണ്ടുപിടിക്കുക. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ 1 സ്ക്വയർ എന്ന് വരും അല്ലേ, 1. എഫ് ഓഫ് -1 കണ്ടുപിടിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ നിന്ന് കിട്ടും മക്കളെ -√2 എന്ന് വരും. എഫ് ഓഫ് √2 അല്ലേ, എഫ് ഓഫ് √2 എന്ന് പറയുമ്പോൾ നമുക്ക് ഏതിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ ഇതിട്ട് കൊടുക്കാം, ഇതിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കത് 2 എന്ന് വരും. ഇനി എഫ് ഓഫ് -√2 ആണെങ്കിലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അല്ലേ, അപ്പോൾ നമുക്ക് -2 എന്ന് വരും. റെഡി അല്ലേ? ഇനി മക്കളെ എഫ് ഓഫ് √3 ആണെങ്കിലോ, എഫ് ഓഫ് √3 ആണെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അല്ലേ, √2 × √3 എന്ന് പറഞ്ഞാൽ √6 എന്ന് വരും. എഫ് ഓഫ് -√3 ആണെങ്കിൽ -√6 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് എന്താ കിട്ടുക നമുക്ക് നോക്കാം. ഇവിടെ ഈ 2 - 2π √6 - √6y ഓക്കെ അല്ലേ. സോ ഫൈനലി നമുക്ക് കിട്ടുന്നത് മക്കളെ 1 - √2 ആണ്. റെഡി അല്ലേ? 1 - √2 ആണ്. സോ ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ.